എനിക്ക് എന്റെ മെസ്സഞ്ചറിൽ ഒരു അമ്മയുടെ ഒരു മെസ്സേജ് വന്നു. സാറ് ക്ലാസ് എടുത്ത ഇന്ന സ്ഥലത്തെ ആളാണ് ഞാൻ, സാറിന്റെ നമ്പർ ഒന്ന് തരാമോ, എനിക്ക് വിളിക്കാനാ. ഞാൻ എന്റെ നമ്പർ ഇട്ട് കൊടുത്തു. ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു സാർ. ഒരു ദിവസം എന്റെ മോള് വന്നപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പോയ സ്മെല്ലല്ല. അപ്പൊ ചോദിച്ചു, എന്താ മോളെ നിന്നക്ക് ഈ വേറൊരു സ്മെല്ല്? അപ്പൊ പറഞ്ഞു, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ വിദേശത്തു നിന്ന് വന്നു, അവര് കൊണ്ടുവന്ന സെന്റാണ്. ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം വേറൊരു സ്മെല്ലാണ്. അന്നും ഈ അമ്മ ഒന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം ഈ പെൺകുട്ടി സ്കൂളിൽ പോയതിനു ശേഷം അമ്മ പിറകെ സ്കൂളിലേക്ക് ചെന്നു. ഹെഡ് മാസ്റ്ററോടോ ടീച്ചർമാരോടോ ഒന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികളെ ഒന്ന് വിളിക്കൊന്ന് കാണാനാന്ന് പറഞ്ഞു. ഈ മകൾ അറിയുന്നില്ല. ആ പെൺകുട്ടികളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുമില്ല. ഈ പെൺകുട്ടി 3 ദിവസമായിട്ട് സ്കൂളില് വന്നിട്ടുമില്ല. ഞാൻ പറയണേ, നമ്മുടെ മക്കളൊന്നും കൊള്ളൂല എന്നൊന്നും അല്ല ഈ പറയണേ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. അവരുടെ കൂട്ടുകാരാണ്, അവരെവിടെയാണ് പോകുന്നത്, അവരെന്താണ് എടുക്കുന്നത് എന്നൊരു ശ്രദ്ധയുണ്ടാവും. PTA മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടമ തീർക്കാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനുള്ള ഒരു സാധനം അല്ല. പണ്ടതില്ലായിരുന്നു, ഇപ്പോഴ് വേണം. നിങ്ങൾ 2 or 3 PTA മീറ്റിങ്ങുകളാണ് ഒരു സ്കൂളിൽ നടക്കുക. ആ PTA മീറ്റിങ്ങിന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. ചിലപ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ അവസാനം പറയുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ പോണത്. വരണം. അത് കൂടാണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരണം. ആ ടീച്ചർമാരോട് നിന്നിട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞെന്ന്. കുഞ്ഞറിയണ്ട, നമ്മുടെ കുഞ്ഞ് കൊള്ളൂല എന്നൊന്നുമല്ല, നമ്മളുടെ കുഞ്ഞിനെ കരുതൽ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്.